ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ രാജ്നാഥ് സിംഗ് ഇന്ന് ചൈനയിലേക്ക് തിരിക്കും. നിയന്ത്രണ രേഖയിലെ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും ധാരണയായ ശേഷമുള്ള ആദ്യ മന്ത്രിതല കൂടിക്കാഴ്ചയാണിത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം, രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധം മെച്ചപ്പെടുത്തൽ എന്നിവയിലാകും SCO യോഗം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. SCO യോഗത്തോടനുബന്ധിച്ച് ചൈനീസ് പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോങ് ജുനുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തിയേക്കും. റഷ്യൻ, മധ്യേഷ്യൻ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരെയും കാണും. ശ്രീകാന്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ കൂടിക്കാഴ്ചകളുടെ ഈ സന്ദർശനത്തിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാനുമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സംഘർഷത്തിൽ ചൈനയുടെ ഇടപെടൽ ഉണ്ടായി എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ, സ്ഥിരീകരിക്കത്തക്ക റിപ്പോർട്ടുകൾ പുറത്തു വന്ന ഒരു പശ്ചാത്തലത്തിലാണ് നിലവിലിപ്പോൾ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ചൈനയിലേക്ക് പോകാനൊരുങ്ങുന്നത്. പ്രതിരോധ മന്ത്രിമാരുടെ കൂടിക്കാഴ്ച നടക്കുകയും ചെയ്യും. രാജ്നാഥ് സിംഗ് ഇന്നാണ് ചൈനയിലേക്ക് പോകുന്നത്. നിയന്ത്രണ രേഖയിലെ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും ധാരണയായ ശേഷമുള്ള ആദ്യ മന്ത്രിതല കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം, അംഗരാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധം മെച്ചപ്പെടുത്തൽ എന്നിവയിൽ ഈ SCO യോഗം ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SCO യോഗത്തോടനുബന്ധിച്ച് ചൈനീസ് പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോങ് ജുനുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തിയേക്കും എന്നും വിവരം പുറത്തുവരുന്നുണ്ട്. ഒക്ടോബറിൽ കസാൻ ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും തമ്മിലെ ബന്ധം സാധാരണ നിലയിൽ ആയിരുന്നു. ഈ വർഷം അവസാനം അതിർത്തി വിഷയങ്ങളിൽ ഉന്നതതല ചർച്ചകൾക്കായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ത്യയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതായത് ചൈനയും ഇന്ത്യയും മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ ശക്തികൾ, ഒപ്പം തന്നെ ഏറ്റവും അധികം സൈനിക ബലമുള്ള രണ്ട് തുല്യശക്തികളെന്ന് പറയാവുന്ന രാജ്യങ്ങൾ. ഇരുഭാഗത്തെയും പ്രതിരോധ മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു. പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച നടക്കുകയും ചെയ്യുന്നത്. വലിയ പ്രാധാന്യം ഈ കൂടിക്കാഴ്ചയ്ക്കുണ്ട്. ഓക്കെ, ശരി ശ്രീകാന്ത്.